പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് നേഷൻ ഫസ്റ്റിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഭവം രാജ്യത്ത് നടക്കുന്നത് RSSന്റെ സമന്വയ ബൈഠക്ക് വിശാഖപട്ടണത്ത് നടക്കുന്നു എന്നുള്ളതാണ്. 3 ദിവസമാണ് ഈ ബൈഠക്ക് ചേരുന്നത്. RSSന്റെ ഈ സമന്വയ ബൈഠക്കിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യം എന്നുള്ളത് ഈ രാഷ്ട്രത്തിനും ഈ ലോകത്തിനുമൊക്കെ അറിയാം. കാരണം ഈ സമന്വയ ബൈഠക്കിൽ പങ്കെടുക്കുന്നത് 33 വിവിധ ക്ഷേത്ര സംഘടനകളുടെ അഖില ഭാരതീയ ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെയാണ്. ഈ സംഘടനകളുടെ നേതാക്കൾ അടക്കമുള്ളവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ RSS സർസംഘചാലക് മോഹൻ ഭാഗവത്തും സർക്കാര്യവാഹ് ദത്തോത്രേയ ഹൊസബാളയും നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറെ പ്രാധാന്യമുള്ള ഒരു ബൈഠക്കായി മാറുന്നത്. അപ്പോൾ RSSന്റെ ഈ ബൈഠക്കിൽ പ്രധാന അജണ്ടയായി വരുന്നത് ഒന്ന്, മയക്കുമരുന്നിനെതിരെ രാജ്യം നടത്തുന്ന പോരാട്ടത്തിൽ ആ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള പ്രചാരണവും മറ്റും സംഘടിപ്പിക്കുക. ഒപ്പം തന്നെയാണ് യുവാക്കളിലേക്ക് ദേശീയത എത്തിക്കുക. കാരണം നമുക്കറിയാം, നമ്മുടെ യുവാക്കളെയാണ് പലപ്പോഴും ഭീകരവാദ സംഘടനകൾ, നക്സൽ ചിന്താഗതിക്കാർ ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും പലരെയും ഇത്തരത്തിൽ അവരുടെ സ്വാധീന വലയത്തിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില അരാജകത്വ അരാഷ്ട്രീയവാദ കൂട്ടായ്മകൾ രൂപം കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവാക്കളിൽ ദേശീയത വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം, അതുമല്ലെങ്കിൽ യുവാക്കളെ എങ്ങനെ ഈ ദേശത്തോട് ചേർത്ത് നിർത്തി ഈ രാഷ്ട്രത്തിൻ്റെ കാവൽക്കാരാക്കി മാറ്റാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ബൈഠക്കിൽ ചർച്ചയാകും. ഒപ്പം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തും ജനസംഖ്യയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് ആസൂത്രിതമായി ഈ വിഷയത്തിൽ നടക്കുന്ന ചില നീക്കങ്ങളാണ്. ചില പ്രത്യേക പ്രദേശത്ത് ചില പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവർ അവർ കൂട്ടത്തോടെ എത്തുന്നു, താമസിക്കുന്നു. ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റും ആസൂത്രിതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെയുണ്ട്. ഇത് സംബന്ധിച്ച വിഷയം ഈ സമന്വയ ബൈഠക്കിൽ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വികസിത ഭാരതം 2047 എന്ന അജണ്ടയിൽ രാഷ്ട്രം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വികസിത ഭാരതത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ സമന്വയ ബൈഠക്കിൽ ചർച്ചയാകും. പിന്നെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും BJP ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഈ സമന്വയ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാജ്യത്ത് നടക്കുന്ന മറ്റ് സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾ ഒക്കെ തന്നെ സമന്വയ ബൈഠക്കിൽ ചർച്ചയാവുകയും ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ഈ RSSുമായി ബന്ധപ്പെട്ടത് പരിശോധിക്കാം. അതിന് ഉള്ള ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSSന്റെ ഈ സമന്വയ ബൈഠക്കിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത് യുവാക്കളിൽ ദേശീയ ബോധം സൃഷ്ടിക്കുക എന്നതാണ്. ഒപ്പം തന്നെ ശതാബ്ദി വർഷവുമായി ബന്ധപ്പെട്ട് RSS മുന്നോട്ട് വച്ചിരുന്ന പഞ്ചപരിവർത്തൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകും. അവിടെയാണ് ഈ RSS തന്നെ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. ആ കണക്കിൽ അവർ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: 2025 ജനുവരി മുതൽ ജൂലൈ വരെ ജോയിൻ RSSലൂടെ രജിസ്റ്റർ ചെയ്തത് 55,423 പേരായിരുന്നു. അത് 2025 കണക്കാണ്. ഇനി 2026 വരികയാണെങ്കിൽ ഇതേ കാലയളവിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 1,23,287 എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിലൂടെ RSSനെ അറിയാൻ വേണ്ടി ജോയിൻ RSSൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവരിൽ തന്നെ ഈ 65% പേരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ യുവാക്കളെ അവരെ വഴിതെറ്റിക്കുവാനുള്ള ചില ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ നീക്കങ്ങളിൽ പെട്ടുപോകാതെ യുവാക്കളെ സംരക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അത് RSSനുണ്ട്. ആ ഉത്തരവാദിത്വം RSS ഒരു വെല്ലുവിളിയായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുന്നതിനുള്ള
തയ്യാറെടുപ്പ് RSS നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമന്വയ ബൈഠക്കിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കുവാൻ, അതിപ്പോൾ മയക്കുമരുന്ന് മാഫിയകളായാലും ഭീകരവാദ സംഘടനകളായാലും മാവോയിസ്റ്റ് നക്സൽ കൂട്ടമായാലും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് RSS മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ഇറങ്ങുന്നവർ, അവർ പാറ്റകളായാലും ഭീകരരായാലും നക്സലുകളായാലും ഏത് അരാജകത്വ അരാഷ്ട്രവാദക്കാരനായാലും അവർക്കൊക്കെ ഒരു തടയണ തീർത്തുകൊണ്ട് RSS ഉണ്ടാകും എന്ന് തന്നെയാണ് RSS തന്നെ പറയുന്നത്. RSS അതുതന്നെയാണ് ഈ സമന്വയ ബൈഠക്കിൽ പോലും സുപ്രധാനമായിട്ടുള്ള അജണ്ടയായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുവാക്കളിൽ ദേശീയത എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പല ഭീകരവാദ സംഘടനകളും മാവോയിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ അവരുടെ ആശയപ്രചരണവും മറ്റും നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് RSS യുവാക്കളിലേക്ക് ദേശീയത എത്തിക്കുന്നതിനും ഒപ്പം തന്നെ ഈ മയക്കുമരുന്നിനെതിരെയുള്ള പ്രചാരണത്തിനുമൊക്കെയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അതുമല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട യോഗം എന്ന് പറയുന്നത് രാജ്യതലസ്ഥാനത്ത് ചേരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ചേരുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കോൺഗ്രസ് തന്നെ ഇപ്പോൾ വന്ദേ മാതര വിവാദത്തിലും ദിമാഗി നക്സൽ അനുകൂല നിലപാടിലുമൊക്കെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയങ്ങളിൽ കോൺഗ്രസിനെതിരെ ഉയരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ പഞ്ചാബിൽ കോൺഗ്രസിൽ വലിയ ഭിന്നതയുണ്ട്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ചർച്ചയാകും. ഒപ്പം തന്നെയാണ് അവർ ഈ രാമക്ഷേത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ആ ഒരു സമരം പാർലമെൻറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ, ഒപ്പം ഈ പപ്പു യാദവ് അടക്കമുള്ള ചിലർ അവർ സന്യാസ വേഷം അണിഞ്ഞുകൊണ്ട് നടത്തിയ ആ ഒരു പ്രതിഷേധം, അതിനെതിരെ സനാതന ധർമ്മവിശ്വാസികളിൽ നിന്നും സന്യാസി സമൂഹത്തിൽ നിന്നുമൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളും കോൺഗ്രസിൻ്റെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ അവർ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്, അവർ ഈ ജന്തർ മന്ദറിൽ നടന്ന അക്രമ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജാർഖണ്ഡിൽ നടന്ന സമരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സമീപനമുണ്ടായില്ല. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ സമരം ചെയ്ത് സമരത്തെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ആദ്യം ഈ വന്ദേമാതര വിവാദത്തിൽ സോണിയയെ എങ്ങനെ പ്രതിരോധിക്കാം, ഒപ്പം തന്നെ ദിമാഗി നക്സലിൽപ്പെട്ടിരിക്കുന്ന മുൻ ആഭ്യന്തര മന്ത്രി പി ചിദംബരം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാകും പ്രവർത്തക സമിതിയിൽ പ്രധാനമായിട്ടും ചർച്ചയാവുക. പിന്നെ ഈ പഞ്ചാബിലെ പാർട്ടി പിളരാതിരിക്കുന്നതിന് വേണ്ടി നേതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാർ അവരുടെ പ്രവർത്തക സമിതിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇനിയൊരു പിളർപ്പ് കൂടി താങ്ങുവാനുള്ള കരുത്ത് ആ പാർട്ടിക്കില്ല എന്നത് തന്നെയാണ്. അതെന്തായാലും അതൊക്കെ നടക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ചർച്ച അവർ ഒരു വഴിക്ക് കൊണ്ടുപോയിക്കോട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ രാജ്യ തലസ്ഥാനത്തുണ്ടായത് നമുക്കറിയാം. ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധമായിരുന്നു. പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറുന്നതിന് വേണ്ടി ഭീകരവാദ സംഘടനകൾ അടക്കം നടത്തിയ ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു മാവോയിസ്റ്റ് നേതാവിൻ്റെ സാന്നിധ്യവും ഈ പാറ്റ പാർട്ടി നടത്തിയ ജന്തർ മന്ദർ സമരത്തിലുണ്ടായിരുന്നു. ആ മാവോയിസ്റ്റ് നേതാവ് 2014 മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്ത അരുൺ ഫോൾക്കെയാണ് ഈ ജന്തർ മന്ദറിൽ നടന്ന പാറ്റകളുടെ സമരത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല ഇയാൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിനെ ആക്രമിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തു. ഇയാളാകട്ടെ 2022 ഡിസംബറിൽ പൂനെ സ്പെഷ്യൽ ATS കോർട്ട് 8 വർഷം തടവിന് ശിക്ഷിച്ച ആളുകൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഈ പാറ്റ പാർട്ടിയുടെ സമരത്തിലേക്ക് ജിഹാദികൾ, മാവോയിസ്റ്റുകൾ, അങ്ങനെ സകല രാഷ്ട്രവിരുദ്ധരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു മാവോയിസ്റ്റ് നേതാവ്, അതും ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു മാവോയിസ്റ്റ് നേതാവ് ഈ പാറ്റകളുടെ സമരത്തിൽ പങ്കെടുത്തു, അയാൾ പാർലമെൻറ്റ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ
അത് എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ പല സംഭവങ്ങളും പുറത്തു വരികയും പലതും വാർത്തയാവുകയും ചെയ്തിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫണ്ടിങ്ങിലടക്കം വലിയ സംശയങ്ങളൊക്കെ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനോടൊന്നും ഒരു പ്രതികരണത്തിനും അതുമല്ലെങ്കിൽ തൃപ്തികരമായ വിശദീകരണം നൽകുന്നതിനൊന്നും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയ്ക്കോ ആ പാർട്ടിയുടെ വക്താക്കൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മാവോയിസ്റ്റ് നേതാവിൻ്റെ CJP സമരത്തിലെ സാന്നിധ്യവും ഏറെ ചർച്ചയാകുന്നതും. രാഷ്ട്രവിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ CJP എന്ന പേരിൽ നടന്ന ജന്തർ മന്ദറിൽ ആ പ്രതിഷേധമെന്നും അതുകൊണ്ട് തന്നെയാണ് അവർ പ്രഖ്യാപിച്ച പാർലമെൻറ്റ് മാർച്ച് നമ്മുടെ ഈ ഡൽഹി പോലീസിനെ ലക്ഷ്യമിട്ടുള്ള അക്രമമായി മാറുകയും ഒക്കെ ചെയ്തത്. വലിയ രീതിയിലുള്ള ആക്രമണത്തിനാണ് അവർ കോപ്പ് കൂട്ടിയത് എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്. ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ നേതാക്കളൊക്കെ തന്നെ പലപ്പോഴായി ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടന്ന ഒരു നേതാവായ സത്യേന്ദ്ര ജെയിൻ വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. അദ്ദേഹം ഈ ഡൽഹിയിൽ ജലസേചന വകുപ്പിൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരിക്കെ നടന്ന അഴിമതിയായി ബന്ധപ്പെട്ടാണ് ഡൽഹി ആൻറ്റി കറപ്ഷൻ ബ്രാഞ്ച് സത്യേന്ദർ ഉൾപ്പെടെയുള്ള 6 പേരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ അറസ്റ്റിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഡൽഹി ജല ബോർഡിൻ്റെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിലെ ക്രമക്കേടിലാണ് സത്യേന്ദ്ര ജെയിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുമല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം എന്ന് പറയുന്നത് ഏറെ കൗതുകമുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽ ആണ് ഈ മുൻ മന്ത്രിയെ അറസ്റ്റിലായത്. അപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് മുൻ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ യാതൊരു പങ്കുമില്ല. കാരണം ഈ അഴിമതി നടന്നു എന്ന് പറയുന്ന കാലയളവിൽ സത്യേന്ദ്ര ജെയിൻ ജയിലിലായിരുന്നു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധം തീർക്കാൻ വേണ്ടി പറയുന്നത്. കാരണം മറ്റൊരു കേസിൽപ്പെട്ട് സത്യേന്ദ്ര ജെയിൻ ജയിലിലായിരുന്നു. സത്യേന്ദ്ര ജെയിൻ ജയിലിൽ കിടന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രണ്ടാമത് വന്നിരിക്കുന്ന അഴിമതി കേസിൽ അദ്ദേഹത്തിന് പങ്കില്ല, അദ്ദേഹം ജയിലിലായിരുന്നു എന്നുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടി പറയുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ ഇപ്പോൾ ഈ തീഹാർ ജയിലെന്ന് പറയുന്നത് അവരുടെ നേതാക്കൾ ഒക്കെ തന്നെ ഒരു റൗണ്ട് പോയി കഴിഞ്ഞു, അതിൻ്റെ 2ാം റൗണ്ട് തുടങ്ങി എന്നുള്ളതാണ്. സത്യേന്ദ്ര ജെയിൻ വീണ്ടും ജയിലിലേക്ക് പോകുന്നു, അറസ്റ്റിലാവുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആം ആദ്മി പാർട്ടിയും കൂട്ടരും ഒക്കെ മുന്നോട്ട് പോകുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം ഈ നക്സലുകളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നു, ഭാരതം നക്സൽ മുക്ത രാഷ്ട്രമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ചിലരുടെ ദിമാഗി നക്സൽ, അതുമല്ലെങ്കിൽ ചിലരിപ്പോഴും നക്സലുകൾ അവർ നമ്മുടെ പല സംവിധാനത്തിനുള്ളിലുമുണ്ട്, അവരുടെ തലച്ചോറിൽ അവരുടെ ബുദ്ധിയിലൊക്കെ ഇപ്പോഴും നക്സലിസം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നതിനായാണ് ആ പദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചത്. പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരം ഈ വിഷയത്തിൽ താൻ നക്സലുകൾക്കൊപ്പം ദിമാഗി നക്സലാണ്, ദിമാഗി നക്സലിനൊപ്പമാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം പ്രസക്തമാകുന്നത്. ബസ്തർ എന്ന് പറയുന്ന നക്സൽ സ്വാധീന മേഖല, നക്സലുകളുടെ ശക്തി കേന്ദ്രം, ആ ബസ്തർ ഇന്ന് നക്സൽ മുക്തമായിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നക്സൽ മുക്തമായ മാറുന്ന ബസ്തറിലെ ജനങ്ങൾ പറയുന്നത് നമുക്ക് നിങ്ങളെ വേണ്ട എന്ന് അവർ പറയുന്നത് കോൺഗ്രസിനോടാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ദിമാഗി നക്സലുകളാണെന്നും ദിമാഗി നക്സലുകൾക്കൊപ്പമെന്നും പറഞ്ഞ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ അഭിപ്രായ പ്രകടനം കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ്. ബസ്തറിലെ ജനങ്ങൾ ക്രൂരമായ ആക്രമണത്തിനാണ് ഇരയായത്. അവർ നക്സൽ ആക്രമണത്തെക്കുറിച്ച് വിതുമ്പിക്കൊണ്ടാണ് പറയുന്നത്. दो लोग दूसरा रास्ता थे गए, ये दूसरा रास्ता थे। वो ये हमारा गांव में दुर्गा मंदिर में डाले, नहीं पता इसको कौन दिए, बारिश हो गए। अभी बस्तर कैसे है? अभी ठीक है। अभी हम लोग को माँ बाप लोग नहीं है ना,
ये हम लोग नाथ लो नहीं, ये भैया बड़े भैया हमारा माँ पापा भी ख़त्म हो गए, मम्मी भी ख़त्म हो गई, हमारा फैमिली में कोई नहीं है. തങ്ങൾക്കൊന്നും മുൻ സർക്കാരുകൾ തന്നിട്ടില്ല, എന്നാൽ ഇപ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുവെന്ന് ബസ്തർ ശാന്തി സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. पहले नक्सली अपना एक सरकार चलाते थे, जनताना सरकार, तो वो जो है कि हर घर से कुछ बोरी चावल, कुछ बोरी गेहूँ और ये सब चीज़ लेके जाते थे. तो अब कम से कम एग्रीकल्चर में फ्रीडम आई है, लोगों के मूवमेंट में फ्रीडम आई है और ट्रेड में फ्रीडम आई है. सारे मतलब जितने भी इंडिकेटर्स हो सकते हैं एक अच्छे डेवलपमेंट देश के लाइफ एक्सपेक्टेंसी पे किसी भी चीज़ को लेके उसमें काफ़ी सुधार आया है. നക്സൽ മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുന്നത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ചിദംബരത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ബസ്തറിലെ ജനങ്ങൾ ചിദംബരത്തിനെതിരെ രംഗത്ത് വന്നത്. നക്സലുകളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായവർ ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരാണ് നക്സൽ ആക്രമണത്തിന് ഇരയായത്. और अभी भी हम लोग यहाँ पर आए हैं, शांति समिति के माध्यम से ही आए हैं और हम पुनः सभी से एक राय पास करेंगे कि ये इधर उधर की बयानबाजी को छोड़कर जो बस्तर में शांति स्थापना करने का है उस हेतु पहल किया जाए और सबका बयानबाजी जो बेकार की उसको छोड़ दिया जाए. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നയം ആന്ധ്രാപ്രദേശിലെ NDA സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഈ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമെന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ഭരണസമിതികൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിലേതിനൊക്കെ സമാനമായ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം, ആ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ 34% പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഇതിനെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനം എന്ന് പറയുകയും ആന്ധ്രാപ്രദേശിനെ മുന്നോട്ട് നയിച്ച സമൂഹങ്ങൾക്ക് രാഷ്ട്രീയ ശബ്ദവും അന്തസ്സും പങ്കാളിത്തവും നൽകുന്ന ചരിത്രപരമായ ഒരു തിരുത്തലാണ് ഇതെന്ന് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. This is not merely a reservation decision. It is a historic correction that gives political voice, dignity, and participation to the communities that have carried Andhra Pradesh forward. ഇപ്പോൾ ജാർഖണ്ഡിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവുമൊക്കെ നടന്നു. പരീക്ഷകളിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥി സമൂഹം തെരുവിലിറങ്ങിയതും നിരാഹാര സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് ജാർഖണ്ഡ് സർക്കാരിനെതിരെ മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നതിന് സർക്കാർ തയ്യാറാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ചില പരീക്ഷകൾ റദ്ദാക്കണം എന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചുകൊണ്ടാണ് 44 പരീക്ഷകൾ സർക്കാർ റദ്ദാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് സിവിൽ ജഡ്ജ്, ഡെപ്യൂട്ടി കളക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷകൾ ഉൾപ്പെടെയാണ് റദ്ദാക്കിയത് എന്ന് പറയുമ്പോഴാണ് ഈ പരീക്ഷാ ക്രമക്കേടിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ, ഭരണ നിർവഹണത്തിൽ ഒക്കെ നിർണായകമായ പല പദവികളിലും ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതി പാസ്സായവരാണ്. അങ്ങനെ നടന്ന ആ ടെസ്റ്റുകളിലാണ് ക്രമക്കേടുകൾ നടന്നതും ഇപ്പോൾ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ ജാർഖണ്ഡ് സർക്കാർ ആ പരീക്ഷകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ മറ്റ് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പഞ്ചാബിലടക്കം ഈ പരീക്ഷകളിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സമരരംഗത്തുണ്ടായിരുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെയോ അതിനെ പിന്തുണച്ച് രംഗത്തുണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തെയോ ഒന്നും തന്നെ ഈ ജാർഖണ്ഡിൽ കാണാത്തതുപോലെ തന്നെ പഞ്ചാബിലും കാണാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഞ്ചാബിലെ പരീക്ഷകളിൽ ക്രമക്കേട് നടന്ന കാര്യം കോടതി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാറ്റ കൂട്ടമാകട്ടെ അവർ ഈ വിഷയത്തിൽ ഒരുതരം മൗനം പുലർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമൂഹം അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം തുടരുന്നുമുണ്ട്. എന്തായാലും മറ്റ് ആവശ്യങ്ങളൊക്കെ തന്നെ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് മഴ വലിയ നാശം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിതയ്ക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും
ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഒക്കെ തന്നെ ഈ മഴക്കെടുതി രൂക്ഷമായിട്ട് അനുഭവിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസാമിൽ മഴ വലിയ നാശമാണ് വിതച്ചത്. അവിടെ ബ്രഹ്മപുത്ര നദി പലയിടങ്ങളിലും കരകവിഞ്ഞ് ഒഴുകിയത് ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ഏകദേശം 13ഓളം ജില്ലകളിൽ 1.5 ലക്ഷത്തിലധികം ജനങ്ങളെയാണ് അവിടെ ഈ മഴക്കെടുതി ബാധിച്ചത്. അപ്പോൾ ഈ ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ ജനങ്ങൾ അവരും വലിയ രീതിയിൽ ഈ പ്രളയം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രളയ ദുരിതാശ്വാസ നടപടികൾ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് സർക്കാർ സഹായം എത്തിക്കുന്നു. ഈ പ്രളയത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ സർക്കാർ ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സാഹചര്യവും സ്ഥിതിയും ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മഴ ദുരിതം വിതച്ച സംസ്ഥാനങ്ങൾക്ക് കരുതലുമായി കേന്ദ്ര സർക്കാർ ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ NDRFും സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ശക്തമായിട്ട് രംഗത്തുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോഗ്രാഫി ദിനമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്നത് ക്യാമറാമാൻമാരായിരിക്കാം, അതുമല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർമാർ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പല ചിത്രങ്ങളും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നാൽ മറ്റൊരു ചിത്രം നിങ്ങളുടെയൊക്കെ മനസ്സിൽ സങ്കല്പിക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ 2 കുട്ടി ഫോട്ടോഗ്രാഫർമാരെ ഈ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതെന്ന് പറയുമ്പോൾ 7ാം ക്ലാസ്സുകാരൻ അഭിനവും 4ാം ക്ലാസ്സുകാരൻ അഭിനന്ദുമാണ് ആ കുട്ടി ഫോട്ടോഗ്രാഫർമാർ. ഡൽഹി മലയാളികൾക്കിടയിലെ പ്രധാന പരിപാടികളിലൊക്കെ ഈ ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യമുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലരും മൊബൈലൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫർമാരാവുകയും സമൂഹ മാധ്യമങ്ങളിൽ ആ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫർമാരെ പരിചയപ്പെടാം. അവർ തികഞ്ഞ പ്രൊഫഷണൽ ക്യാമറാമാൻമാരെ പോലെ പെരുമാറുകയും ആ രീതിയിൽ തന്നെ ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ചേട്ടനും അനിയനും. ആ റിപ്പോർട്ട് കാണാം. ഈ പ്രായത്തിൽ മൊബൈലിൽ തല കുമ്പിട്ടിരിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുമ്പോൾ അഭിനവും അഭിനന്ദും ഒരൽപ്പം വ്യത്യസ്തരാണ്. ചെറുപ്രായത്തിൽ ഫോട്ടോഗ്രാഫിയോടും വീഡിയോഗ്രാഫിയോടും ആണ് ആശാന്മാർക്ക് കമ്പം. 2 വർഷം മുമ്പ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സമ്മർ ക്യാമ്പിന് പോയിടത്ത് നിന്നാണ് പിള്ളേർക്ക് ക്യാമറയോട് ഭ്രമം തുടങ്ങുന്നത്. പിന്നാലെ വീട്ടിലെത്തി കാര്യം ഉണർത്തിച്ചു. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പഠിക്കണം, അതിന് ക്യാമറ കിട്ടണം, കട്ടായം പറഞ്ഞു. പിള്ളേര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങ് നടത്തി കൊടുത്തേക്കണം എന്ന ലൈനുള്ള വിമുക്ത ഭടൻ കൂടിയായ അച്ഛൻ ഹരീഷ് ആർവി സമ്മതം മൂളി. അങ്ങനെ ക്യാമറയുടെ 3 മാസത്തെ ക്യാപ്സ്യൂൾ കോഴ്സും പഠിച്ച് പുതുപുത്തൻ ക്യാമറയും കയ്യിലെത്തി. ബേസിക്കലി ഞങ്ങൾ 4-5 കൊല്ലമായിട്ട് കളരി പഠിക്കുമായിരുന്നു. എൻ്റെ ഗുരു, നമ്മുടെ 2പേരും ഗുരു ശ്രീ സുമേഷ് PV ആയിരുന്നു. സുമേഷ് ഗുരുക്കൾ എന്ന് നമ്മൾ പറയും. അവരുടെ കെയർ ഓഫിൽ നമുക്ക് NSTയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. NST മീൻസ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അവിടുന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു, അവർ അച്ഛനും അമ്മയും. അങ്ങനെ എനിക്കും ഫോട്ടോഗ്രാഫിൽ ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാനും അച്ഛനോട് പറഞ്ഞിട്ട് ഒരു ക്യാമറ മേടിച്ചു തരാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ 2 കൊല്ലമായി ഞാൻ ക്യാമറ എടുത്തിട്ട്. നിലവിൽ ഡൽഹി മലയാളികൾക്കിടയിലെ പ്രധാന പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമാണ് ഈ ചേട്ടനും അനിയനും. ജനം സൗഹൃദവേദിയുടെ പരിപാടികൾ ഡൽഹിയിൽ അരങ്ങ് തകർത്തതോടെ പിള്ളേരും മിന്നിത്തിളങ്ങി. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തവരുടെ കൂട്ടത്തിൽ സിനിമാ താരങ്ങൾ തുടങ്ങി മന്ത്രിമാർ വരെയുണ്ട്. And take the decisions, and that young cameraman, he'll become a media mogul when he grows up. Your brand name is already under threat by him now. The media company, sir, your company, there will be competition from him. കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു, എസ്പെഷ്യലി ജനം TV. അവർക്കൊരു ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് താങ്ക്സ് ഫോർ us, ബിക്കോസ് അവരൊന്ന് ഓരോ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിൽ
നമുക്ക് ഒത്തിരി കഴിവുകൾ നേടാനും പറ്റി. സോ താങ്ക് യു ഫോർ LMTV. അച്ഛൻ ഹരീഷ് ആർവിയും അമ്മ മഹേശ്വരിയും കട്ടയ്ക്ക് കൂടെയുള്ളതാണ് ഈ ന്യൂജൻ ഫോട്ടോഗ്രാഫർമാരുടെ കരുത്ത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ എന്ന പോലെ സകല സ്ഥലങ്ങളിൽ നിന്നും പരിപാടിക്ക് വിളി വരുന്നുണ്ട്. അത്യാവശ്യം വരുമാനവും കുഞ്ഞിപ്രായത്തിൽ തന്നെ കിട്ടുന്നുമുണ്ട്. ഡൽഹി കാനിംഗ് റോഡ് കേരള സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ കൂടിയാണ് ഇരുവരും. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോൾ ആ രണ്ട് കുട്ടി ഫോട്ടോഗ്രാഫർമാരുടെ ആ ഒരു കുഞ്ഞ് കഥയോടുകൂടി നേഷൻ ഫസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്.